ഇന്ന് സഫർ ഒന്നാണ്. അറബി മാസ കലണ്ടറിലെ രണ്ടാമത്തെ മാസം. ഒന്നാമത്തെ മാസമാണ് മുഹറം. അത് പവിത്ര മാസമാണ്. അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് പ്രവാചകൻ പഠിപ്പിച്ചനുസരിച്ച്. ഇനി വരാനിരിക്കുന്ന മാസമാണ് റബീഉൽ അവ്വൽ മാസം. അത് പ്രവാചകൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പവിത്രമായ മാസമാണ്. എന്നാൽ ഇങ്ങനെയൊന്നും പ്രത്യേകതയൊന്നും പറയപ്പെടാത്തൊരു മാസമാണ് സഫർ മാസം. അതുകൊണ്ടായിരിക്കാം ചിലരെങ്കിലും ഈ മാസം മോശപ്പെട്ട മാസമാണെന്നും നല്ല കാര്യങ്ങൾക്ക് പറ്റില്ല എന്നുമൊക്കെ വിശ്വസിച്ചു പോരുന്നത്. അതൊരു അന്ധവിശ്വാസമാണ്. ഒരിക്കലും അങ്ങനെ ദീനിൽ ഇല്ല. ആ ദിവസത്തിൽ വിവാഹം പാടില്ല, ഭവന നിർമ്മാണം പാടില്ല, അതിൽ അതായത് പുതിയ വീട്ടിലേക്ക് പ്രവേശനം പാടില്ല എന്നിത്യാദി വിശ്വാസങ്ങൾ കൊണ്ടുനടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ കാണാം. ഒരിക്കലും അങ്ങനെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. നല്ല ദിവസങ്ങളും മാസങ്ങളും പവിത്രമായ സമയങ്ങളുമെല്ലാം പഠിപ്പിച്ചു തന്നത് നമ്മുടെ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഒരിക്കലും ഈ മാസത്തിനെ അങ്ങനെ എണ്ണിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അത്തരം വിശ്വാസങ്ങളിൽ കയറിക്കൂടരുത്, അത്തരം വിശ്വാസം കൊണ്ട് നടക്കുകയും ചെയ്യരുത്. ഒന്ന്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചതനുസരിച്ച് അന്നത്തെ കാലത്ത് നബിയുടെ കാലത്തും ഈ മാസത്തിനെ മോശമായി എണ്ണിയിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദിവസത്തിൽ ദുശകുനമില്ല എന്ന് പ്രത്യേകം തിരുത്തിയത് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. പ്രവാചകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ലാ അദുവ വലാ തീറത്ത വലാ ഹാമ്മത്ത വലാ സഫറ. ഒരിക്കലും ഒരു രോഗം, സാംക്രമികമായ രോഗമുണ്ടെങ്കിലും പടരുന്ന രോഗമുണ്ടെങ്കിലും സ്വയമായി പടരുകയില്ല, അള്ളാഹു വിചാരിച്ചാലല്ലാതെ. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്നർത്ഥം. വലാ തീറത്ത ഭക്ഷ്യലക്ഷണം, ഭക്ഷ്യ അങ്ങോട്ട് പറന്നു ഇങ്ങോട്ട് വന്നു, അല്ലെങ്കിൽ പക്ഷിയെ കണ്ടു അല്ലെങ്കിൽ ചലച്ചു, ഇതിൻ്റെ കാരണത്താൽ അന്നത്തെ ദിവസം മോശമാണെന്നോ അല്ലെങ്കിൽ പോകാൻ പോകുന്ന കാര്യത്തിന് പ്രശ്നമുണ്ടെന്നോ ധരിക്കരുത്. അങ്ങനൊരു വിശ്വാസമില്ല. വലാ ഹാമ്മത്ത, മൂങ്ങ ചലച്ചാൽ ചില ആളുകൾ പറയും മരണം വരെ സംഭവിക്കുമെന്ന്, അപകടങ്ങൾ ഉണ്ടാകുമെന്ന്. ഒരിക്കലും അങ്ങനൊരു വിശ്വാസം, അതൊക്കെ അന്ധവിശ്വാസമാണ്. പ്രവാചകൻ എന്ന് നിഷേധിച്ചു. അതുപോലെ സഫർ മാസത്തിൻ്റെ ദുശകുനത്തെ അന്നത്തെ കാലത്ത് ആളുകൾ വിശ്വസിച്ചിരുന്നു. അതിനെയും പ്രവാചകൻ നിഷേധിച്ചുകൊണ്ട് പറയാണ് വലാ സഫറ. ഒരിക്കലും സഫർ മാസത്തിന് എന്തില്ല, ഒരു ദുശകുനവും ഇല്ല. എന്നിട്ട് പ്രവാചകൻ അത് പറയുക മാത്രമല്ല കേട്ടോ, ആ ദിവസത്തിന് ദുശകുനമില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെ പ്രവാചകൻ തൻ്റെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ, നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ തിരഞ്ഞെടുത്തത് സഫർ മാസത്തിനെയാണ്. അതുപോലെ അന്നത്തെ കാലത്ത് ശവ്വാൽ മാസം ദുശകുനമായി കണ്ടിരുന്നു. പ്രവാചകൻ അതിനെ തിരുത്താൻ വേണ്ടിയിട്ട് ആയിഷ ബീവിയെ വിവാഹം കഴിച്ച നബിയുടെ വിവാഹം നടന്നത് ശവ്വാൽ മാസത്തിലാണ്. വീട്ടിൽ കൂടിയതും ശവ്വാൽ മാസത്തിലാണെന്ന് ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് അത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ ഒഴിവാക്കുക. ഈ മാസത്തിൽ ഒരു കുഴപ്പവുമില്ല, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം. അനാഥനായ റബ്ബ് തെറ്റിദ്ധാരണകൾ മാറ്റി അന്ധവിശ്വാസങ്ങളെ ഒഴിവാക്കി നല്ല വിശ്വാസികളാകാൻ നാഥൻ തൗഫീഖ് നൽകട്ടെ.